क्लास 5 हिंदी ചാപ്റ്റർ 15 വിഷൻ കി ദിലേരി. 5th സ്റ്റാൻഡേർഡ് ഹിന്ദിയിലെ 15th ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വിഷൻ കി ദിലേരി. വിഷൻ എന്ന് പറയുന്നത് 10 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഒരു തീത്തർ എന്ന് പറഞ്ഞാൽ ഫെസൻറ്റ്, ഒരു പക്ഷിയെ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കഥയാണ് ഇതിൽ പറയുന്നത്. വിഷൻ കി ദിലേരി, വിഷൻ്റെ തീത്തറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കറേജ്, ധൈര്യം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം വിഷൻ എങ്ങനെയാണ് ആ പക്ഷിയെ രക്ഷപ്പെടുത്തിയെന്ന്. സുബഹ കാ സമയ ഥാ, पहाड़ों के पीछे से सूरज छांग रहा था. 10 वर्ष का विशन घर से बाहर निकल आया. वह रोज़ इसी समय इसी रास्ते से कर्नल दत्ता के फार्म हाउस पर जाता है. कर्नल दत्ता की पत्नी पढ़ाई में उसकी मदद करती है. फार्म से लगे सेबों के बाग में कीटनाशक दवा का छिड़काव हो रहा था और बहुत तड़के काम शुरू हो जाता था. सुबह का समय था. സുബഹ എന്ന് പറഞ്ഞാൽ രാവിലെ അല്ലേ, വെളുപ്പ് രാവിലത്തെ സമയമായിരുന്നു. പഹാഡോങ്കി പീച്ചേസെ സൂരജ് ഛാംഗ് രഹാ ഥാ. പഹാഡ് എന്ന് പറഞ്ഞാൽ മലകൾക്കിടയിലൂടെ ആരെത്തി നോക്കുന്നുണ്ടായിരുന്നു? സൂരജ്, സൂര്യൻ എത്തി നോക്കുന്നുണ്ടായിരുന്നു. അതായത് സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. 10 വർഷ കാ വിഷൻ ഘർ സെ ബാഹർ നിക്കൽ ആയ. 10 വയസ്സുള്ള നമ്മുടെ വിഷൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. വ റോസ് ഇസി സമയ ഇസി രാസ്തേസെ കേണൽ ദത്താക്കെ ഫാം ഹൗസ് പർ ജാത്താ താ. വ റോസ്, അവൻ പതിവായി ഈ സമയത്ത് ഇതേ വഴിയിൽ കൂടെ ആരുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു? കേണൽ ദത്തയുടെ വീട്ടിൽ. കേണൽ ദത്തയുടെ ഫാം ഹൗസിൽ പോകാറുണ്ടായിരുന്നു. കേണൽ ദത്ത കി പത്നി പഠായി മേം ഉസ്കി മദത് കർത്തി തി. എന്തിനാണ് കേണൽ ദത്തയുടെ ഫാം ഹൗസിൽ പോകുന്നത്? കേണൽ ദത്തയുടെ ഭാര്യ പഠനത്തിൻ്റെ കാര്യത്തിൽ അവനെ സഹായിക്കുമായിരുന്നു. മദത് കർത്തി എന്ന് പറഞ്ഞാൽ സഹായിക്കുമായിരുന്നു, പഠിക്കാൻ അവനെ സഹായിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വിഷൻ എല്ലാ ദിവസവും രാവിലെ ഇതേ വഴിയിലൂടെ കേണൽ ദത്തയുടെ ഫാം ഹൗസിലേക്ക് പോകുമായിരുന്നു. फार्म से लगे सेबों के बाग में कीटनाशक दवा का छिड़काव हो रहा था और बहुत तड़के काम शुरू हो जाता था. ആ ഫാമിൽ എന്തിൻ്റെ തോട്ടമാണ്? സേബോക്കെ ബാഗ്മീം, ആപ്പിൾ തോട്ടം അല്ലേ. സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ തോട്ടത്തിൽ രാവിലെ തന്നെ എന്തിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു? കീടനാശക് ദവാക്ക ചിട്കാവ്, കീടനാശിനി തളിക്കുന്ന ജോലി രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷൻ പകടണ്ടി से अभी सड़क तक आ ही रहा था कि उसे गोली चलने की आवाज़ सुनाई दी. उसने इधर उधर देखा, कोई भी दिखाई नहीं दिया. ഇപ്പം നമ്മുടെ വിഷൻ പകടണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിൽ കൂടി വയലിൽ കൂടെ നടന്ന് പുല്ല് ചവിട്ടി ഒരേ വഴി കൂടെ തന്നെ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വഴിയാവത്തില്ലേ? അവിടെ ഒരു വഴിയാവും അല്ലേ? പുല്ല് അമുങ്ങി അവിടെ ഒരു വഴിയാവും. ആ വഴിയാണ് പകടണ്ടി എന്ന് പറയുന്നത്. ആ പകടണ്ടി से अभी सड़क तक आ ही रहा था कि उसे गोली चलने की आवाज़ सुनाई थी. അവൻ ആ പകടണ്ടിയിലൂടെ നടക്കുന്ന സമയത്ത് എന്തിൻ്റെ സൗണ്ട് കേട്ടു? ആവാസ്, എന്തിൻ്റെ? ഗോലി ചലനേക്ക്, ആരോ വെടിവെക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടു. ഉസ്നെ ഇധർ ഉധർ ദേക്ക, അവൻ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കി. കോയി ഭി ദിക്കായി നഹീം ദിയ, പക്ഷെ ഒന്നും കണ്ടില്ല. എവിടെ നിന്നാണ് വെടിയുണ്ട വരുന്നതെന്നോ ആരാ വെടിവെക്കുന്നതെന്നൊന്നും അവൻ കണ്ടില്ല. വ കുച്ച് ഹി ദൂർ ചലാ താ കി ഉസെ ഫിർ ഗോലി ചലനേക്ക് ആവാസ് സുനായി തി. അവൻ കുറച്ചു ദൂരം കൂടെ നടന്നപ്പോഴത്തേനും പിന്നെയും വെടിയുണ്ട പോകുന്ന ഒരു സൗണ്ട്, വെടിവെക്കുന്ന ഒരു സൗണ്ട് കേട്ടു. ഇസ് ബാർ ഏക് നഹീം ദോ തീൻ ഗോലിയാം ഏക് സാത്ത് ഹി ചലി തി. ഇത്തവണയാണെങ്കിൽ ഒരു വെടിയുണ്ടയുടെ സൗണ്ട് അല്ല കേട്ടത്, 2-3 വെടിയുണ്ടയുടെ സൗണ്ട് ഒരുമിച്ച് കേട്ടു. ഗോലിയോ കി ആവാസെ പൂരി ഘാട്ടി ഗൂഞ്ച് ഗയി. അതിൻ്റെ സൗണ്ടിൽ, ആ വെടിയുണ്ടകളുടെ സൗണ്ട്, വെടിവെക്കുന്നതിൻ്റെ സൗണ്ടിൽ, ഗാഠി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാഠി എന്ന് പറഞ്ഞാൽ താഴ്വര. ആ മുഴുവൻ താഴ്വരയും, ഗൂഞ്ച് എന്ന് പറഞ്ഞാൽ എക്കോ, ആ മുഴുവൻ താഴ്വരയിലും ആ വെടിയുണ്ടകളുടെ എക്കോ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. പഞ്ചി ഘബരാ ഗയെ ആസ്മാൻ മേം ഗോൽ ഗോൽ ചക്കർ കാട്ടനെ ലഗെ. വിഷൻ सहम कर पेड़ों की आड़ में छिपकर खड़ा हो गया. പഞ്ചി എന്ന് പറഞ്ഞാൽ ബേഡ്സൊക്കെ പേടിച്ചു. ഖബര എന്ന് പറഞ്ഞാൽ പേടിച്ച് ആസ്മാൻ, ആകാശത്തിലൂടെ വട്ടം വെച്ച് പറക്കുന്നുണ്ടായിരുന്നു. പക്ഷികളൊക്കെ ഈ വെടിയുണ്ടകളുടെ സൗണ്ട് കേട്ട് പേടിച്ച് ആകാശത്തിൽ കൂടെ വട്ടം വെച്ച് പറക്കുന്നുണ്ടായിരുന്നു. വിഷൻ സഹംകർ പേടോങ്കി ആഡ്മേം ചിപ്കർ ഖടാ ഹോ ഗയ. വിഷൻ പേടിച്ച് സഹംകർ പേടോ, ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരുന്നു. ആഡ്മേം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറവിൽ ഒളിച്ചിരുന്നു.
വിഷൻ ജഹാം ഖടാ ഥാ വഹിം ചുപ് ചാപ്പ് ഖടാ രഹാ. വിഷൻ എവിടെയാണോ നിന്നത്, എവിടെയാണ് നിന്നത്, ഈ മരത്തിൻ്റെ പുറകിലല്ലേ, അവിടെ തന്നെ മിണ്ടാതിരുന്നു. ഉസേ വഹാം സെ സീഠി നുമാ ഖേത് और ഫലോं के बाग साफ दिखाई दे रहे थे. അവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റുമായിരുന്നു? എല്ലാം നല്ല വൃത്തിക്ക് കാണാൻ പറ്റുമായിരുന്നു. അവിടുത്തെ ഫലങ്ങളും അവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ തോട്ടങ്ങളും ആ വയലും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. खेतों में काम करते हुए किसान भी दिखाई दे रहे थे. അവിടെ പണിയുന്ന കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകർ, ആ തോട്ടത്തിൽ പണിയുന്ന കർഷകരെയും നല്ല വൃത്തിയായിട്ട് സാഫ് ദിക്കായി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഫസൽ തയ്യാർ ഖടി ഥി. ഫസൽ എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ്, ഹാർവെസ്റ്റിന് റെഡി ആയിട്ടുള്ള തോട്ടമായിരുന്നു അത്. വിളവെടുപ്പിനുള്ള സമയമായി. സുബഹ് കി ഹൽക്കി ധൂപ് മേം ഖേത് സുൻഹരെ ദിക്കായി രഹേ ഥേ. രാവിലത്തെ ആ ചെറിയ സൂര്യപ്രകാശമില്ലേ, സൂര്യൻ ഉദിച്ചു വരുന്ന ആ സൂര്യപ്രകാശത്തിൽ ആ വയലിൽ വിളവെടുപ്പ് തയ്യാറായി നിൽക്കുന്നവയൊക്കെ സുൻഹരെ നല്ല ഗോൾഡൻ കളറിൽ കാണാമായിരുന്നു. വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന ആ തോട്ടത്തിലെ കതിരുകളൊക്കെ നല്ല ഗോൾഡൻ കളറിൽ ആ ചെറിയ സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. വിഷൻ അഭി സോച്ച് ഹി രഹാ ഥാ കി ഗോലി കിസ്നെ ഔർ ക്യോം ചലായി ഹോഗി കി തഭി ഏക് ഔർ ഗോലി കി ആവാസ് ഗയി. വിഷൻ അപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നത് എന്താണ്, ആരായിരിക്കും ഈ വെടിയുണ്ടകൾ വെടിവെക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്ത വെടിയുണ്ടയുടെ ഒരു സൗണ്ടും കൂടെ കേട്ടു. ഏകാഏക് വിഷൻ കോ ഗോലി ചലനെ കാ കാരണം സമജ് മേ ആ ഗയാ. പെട്ടെന്ന് ഏകാഏക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിഷന് വെടിവെക്കാനുള്ള കാരണം മനസ്സിലായി. ജബ് ഫസൽ പക് ജാത്തി ഹെ തബ് गेहूं के खेतों में दाना ചുഗ്നെ ഠേരോം തീത്തർ ആ ജാത്തെ ഹേ. അപ്പം നമ്മുടെ ഇതിന് വിളവെടുപ്പിനുള്ള സമയമായില്ലേ, അതൊക്കെ റെഡി ആകുമ്പം നമ്മുടെ ഗേഹു എന്ന് പറഞ്ഞാൽ വീറ്റിൻ്റെ വിളവെടുപ്പിൻ്റെ സമയമായിട്ടാണുള്ളത്. വീറ്റിൻ്റെ തോട്ടത്തിൽ ദാന എന്ന് പറഞ്ഞാൽ വീറ്റ് ഗ്രെയിൻ കഴിക്കാൻ വേണ്ടി ആര് വരുമായിരുന്നു? ഠേരോം തീത്തർ ആരഹേ ഹേ ആ ജാത്തെ ഹേ. ഠേരോ എന്ന് പറഞ്ഞാൽ ധാരാളം, തീത്തർ ഫെസൻറ്റ് വരുമായിരുന്നു. എന്ത് കഴിക്കാൻ? നമ്മുടെ വീറ്റിൻ്റെ തോട്ടത്തിൽ വീറ്റ് കഴിക്കാൻ വേണ്ടി ഒരുപാട് ഫെസൻറ്റ് തീത്തർ ബേർഡ്സ് വരുമായിരുന്നു. ഷിക്കാരി ഈസ് ബാത് കോ ജാൻതെ ഹെ. ഷിക്കാരി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹണ്ടറിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഇത് കഴിക്കാൻ തീത്തർ വരുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹണ്ടറിന് അറിയാം. ഇസ്ലിയെ വേ സുബഹ് ഹി തീത്തർ മാർനെ ചലേ ആത്തേ ഹേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹണ്ടർ എന്ത് ചെയ്യും? രാവിലെ വെളുപ്പിന് വന്നിട്ട് ഈ തീത്തറിനെയൊക്കെ വെടിവെച്ച് വീഴ്ത്താൻ തുടങ്ങും, വേട്ടയാടാൻ തുടങ്ങും. പിछले साल भी शिकारियों ने इसी तरह बहुत से तीतर मारे थे. കഴിഞ്ഞ വർഷം, പിछले साल എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും ഷിക്കാരിയും ഇതുപോലെ ഒരുപാട് തീത്തറിനെ കൊന്നിട്ടുണ്ടായിരുന്നു. കുച്ച് തീത്തർ തോ വേ ഉഠാലേ ഗയേ ബാക്കിക്കോ വഹിം ചോട് ഗയേ. അതിൽ വെടിവെച്ച് വീഴ്ത്തുന്ന കുറേ തീത്തറിനെ അവർ കൊണ്ടുപോകും, ബാക്കിയുള്ളതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. खेतों को काटते समय किसानों को बहुत से मरे और जख्मी तीतर मिले. ഈ വിളവെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഗോതമ്പിൻ്റെ കതിരുകളൊക്കെ മുറിച്ചെടുക്കുന്ന സമയത്ത് അവിടെ പണിയെടുക്കുന്ന കർഷകർക്ക് ഒരുപാട് മരിച്ചതോ അല്ലെങ്കിൽ പരിക്കേറ്റതുമായ തീത്തറിന് കിട്ടുമായിരുന്നു. ജഖ്മി തീത്തർ എന്ന് പറഞ്ഞാൽ പരിക്കേറ്റ തീത്തർ. വിഷനെ സോച്ച कितना दुख पहुंचाने वाला काम करते हैं ये शिकारी. वह समझ गया कि शिकारी ही तीतरों पर गोलियों चला रहे हैं. വിഷൻ ആലോചിച്ചു, എത്ര ദുഃഖം തരുന്ന, എന്തൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ വേട്ടക്കാർ ചെയ്യുന്നത്. വേട്ടക്കാരെല്ലാം തീത്തറിനെ വെടിവെച്ച് വീഴ്ത്തുകയല്ലേ അല്ലേ. എന്നിട്ട് അവൻ ആലോചിച്ചു, ഈ തീത്തരെയൊക്കെ കൊല്ലുന്നത് ഈ വേട്ടക്കാർ തന്നെയാണ് വെടിവെച്ചിട്ട്. അവർ തീത്തറിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വെടിവെക്കുന്നതെന്ന് അവന് മനസ്സിലായി. ഇസ്ലിയെ വ പേടോ കെ ബീച്ച് സെ നിക്കൽക്കർ ഖേത്തോ കെ കിനാരെ ചലനെ ലഗ. അത് മനസ്സിലായപ്പോഴത്തേനും അവൻ ആ മരത്തിൻ്റെ മറവിൽ നിന്ന് മെല്ലെ മാറി പാടത്തിൻ്റെ വക്കിലൂടെ നടക്കാൻ തുടങ്ങി. वो चलते चलते सोच रहा था कि इन शिकारियों को सबक सिखाया जाना चाहिए. അവൻ നടക്കുമ്പോഴൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഈ ഷിക്കാരിയും ഈ ഹണ്ടേഴ്സിനെ ഒരു സബക് എന്ന് പറഞ്ഞാൽ പാഠം, പഠിപ്പിക്കണം, ഒരു പാഠം പഠിപ്പിക്കണം. लेकिन उन्हें कैसे सबक सिखाया जाए ये उसकी समझ में नहीं आ रहा था. പക്ഷേ എങ്ങനെ പാഠം പഠിപ്പിക്കുമെന്ന് അവന് ബുദ്ധിയിൽ വന്നതേയില്ല. तभी उसके पाँव के पास सरसराहट सी हुई.
അപ്പോഴാണ് അവൻ്റെ പാവിൻ്റെ അടുത്ത് കാലുകളുടെ അടുത്തൂടെ എന്തോ പിടക്കുന്നതായിട്ട് അവന് തോന്നിയത്. ഉസ്നെ ദേഖ ഏക് ഘായൽ തീത്തർ ഗേഹോं के बलियों के बीच फंसा चटपटा रहा है. അവൻ കണ്ടത് എന്താണെന്നോ, ഒരു ഘായൽ തീത്തർ എന്ന് പറഞ്ഞാൽ പരിക്കേറ്റ ഒരു തീത്തർ ആ വീറ്റിൻ്റെ ബാലിയോം എന്ന് പറഞ്ഞ കതിരുകൾ, ആ വീറ്റിൻ്റെ കതിരുകൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. കുടുങ്ങി പിടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഫസ എന്ന് പറഞ്ഞാൽ കുടുങ്ങിക്കിടക്കുക. വിഷൻ വഹീം ഘുട്നാക്കെ ബൈഠ് ഖയാ ഉസ്നെ ഘായൽ തീത്തർക്കോ പക്ടനെ കെ ലിയെ ഹാത്ത് ബഠായ. അവൻ എന്ത് ചെയ്തു? വഹീം ഘുട്നോക്കെ ബൽ ബൈഠ് ഖയ എന്ന് പറഞ്ഞാൽ കാൽമുട്ടകൾ ചുരുട്ടി അവിടെ ഇരുന്നിട്ട് ആ പരിക്കേറ്റ തീത്തറിനെ പിടിക്കാൻ വേണ്ടി കൈ പൊക്കിക്കൊണ്ടിരുന്നു. ലേക്കിൻ ഘബറായാ ഹുവാ തീത്തർ छिटक कर गेट के और अंदर ചലാ ഗയ. പക്ഷേ നമ്മുടെ തീത്തർ എങ്ങനെയാണ് ഇരിക്കുന്നത്? പേടിച്ച് പറിച്ചിരിക്കുക അല്ലേ വെടി കൊണ്ടിട്ട്. അവൻ പേടിച്ച് പിന്നെ അവനെ പിടിക്കാൻ വേണ്ടി ആരോ വരുവാണെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ആ തോട്ടത്തിൻ്റെ അകത്തോട്ട് പോയി. विशन जानता था कि शिकारी इस तीतर को ढूंढ नहीं पाएंगे और घायल तीतर यहीं तड़प तड़प कर मर जाएगा. അവനറിയാമായിരുന്നു വിഷന് ആ ഹണ്ടേഴ്സ് ഈ തീത്തറിനെ അന്വേഷിക്കുകയൊന്നുമില്ല. അവരിവിടെ അതിനെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ഇവിടെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലാതെ കിടന്ന് മരിക്കും. ഉസ്നെ സ്വെറ്റർ ഉധാര ഓർ മൗക്ക ദേക്കർ തീത്തർ പർ ഡാൽ ദിയ. അവൻ എന്ത് ചെയ്തെന്നോ, അവൻ്റെ സ്വെറ്റർ അഴിച്ചിട്ട് മൗക്ക എന്ന് പറഞ്ഞാൽ അവസരം, ഒരു ചാൻസ് നോക്കി ഇന്ന് തീത്തറിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് പെട്ടെന്ന് അത് തീത്തറിൻ്റെ മുകളിലോട്ട് ഇട്ടു. തീത്തർ സ്വെറ്റർ മേം ഫസ് ഗയാ തോ വിഷനെ ഉസേ പകഡ് ലിയ. ആ തീത്തർ ആ സ്വെറ്ററിൽ കുടുങ്ങിയപ്പോഴത്തേനും വിഷൻ അതിനെ പിടിച്ചു. विशन ने उसे अपने सीने से चिपका लिया और खेत में से निकलकर पहाड़ी की ओर भागने लगा. വിഷൻ എന്നിട്ട് എന്ത് ചെയ്തു? अपने सीने से അവനതിനെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ വയലിൽ കൂടെ കുന്നുമലകൾ കയറി ഓടാൻ തുടങ്ങി. വ ഇത്നാ തേസ് ചൽ രഹാ ഥാ മാനോ ഉസ്കെ പങ്ക് ലഗ് ഗയേ ഹോ. അവൻ എന്ത് സ്പീഡിലാണെന്നറിയോ ഓടിയത്? അവന് ചിറക് മുളിച്ചിരിക്കുന്നത് പോലെയായിരുന്നു അവൻ ഓടിയത്. പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക്. അതായത് അവൻ ആ തീത്തനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭയങ്കര സ്പീഡിൽ, പറക്കുന്നത് പോലെ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്നു. कर्नल दत्ता के घर के रास्ते में एक तरफ गेहूं के खेत थे और दूसरी तरफ कंठीले तारों की बाट. കേണൽ ദത്തയുടെ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയുണ്ടല്ലോ, രാസ്ത എന്ന് പറഞ്ഞ വഴിയിൽ ഒരു സൈഡിൽ ഒരു സൈഡിൽ ഗേഹു കെ ഖേത്ത്, ഗേഹു എന്ന് പറഞ്ഞാൽ എന്താ, വീറ്റിൻ്റെ തോട്ടമുണ്ട്, വയലും. അടുത്ത മറ്റേ സൈഡിൽ ഖണ്ഡീലെ താരോം കി ബാട്ട്, മുള്ള് കമ്പി. കഠീലെ താരോ എന്ന് പറഞ്ഞാൽ മുള്ള് കമ്പി കൊണ്ടുള്ള വേലി. ബാട്ട് എന്ന് പറഞ്ഞാൽ വേലിയുമായിരുന്നു. ഒരു സൈഡിൽ വയലും മറ്റേ സൈഡിൽ മുള്ള് കമ്പി കൊണ്ടുള്ള വേലിയുമായിരുന്നു. വിഷൻ വൈസേ തോ കഠീലി താരോം കി ബാട്ട് മേം സേ ഹോക്കർ നിക്കൽ സക്താ ഥാ. വിഷന് ആ മുള്ളുവേലി കടന്ന് പോകാൻ വേണ്ടി അറിയാമായിരുന്നു. പരന്തു പക്ഷേ ഈ സമയം വ ദോനോം ഹാത്തോം സേ തീത്തർക്കോ പകടെ ഹുയേ ഥാ. ഈ പ്രാവശ്യം എങ്ങനെയാണ്? അവൻ്റെ രണ്ട് കൈ കൊണ്ടും തീത്തറിനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്, അവൻ്റെ നെഞ്ചോട് ചേർത്തല്ലേ. അതുകൊണ്ട് അവന് മുള്ളു കമ്പി കടന്ന് പോകാൻ പറ്റുമോ? തീത്തർക്കോ സംഭാലന ബഹുത് സരൂരി ഥാ. തീത്തറിനെ സംഭാലന എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക ഒരുപാട് ബുദ്ധിമുട്ട് ആവശ്യമുള്ളതായിരുന്നു. ഇസ്ലിയെ വ ഖേത്തോं के साथ साथ छिप कर चलने लगा ताकि शिकारी उसे देख न ले. അതുകൊണ്ട് അവൻ മുള്ളു കമ്പി വേലിയൊന്നും കടക്കാതെ ആ വയലിൽ കൂടെ തന്നെ ഒളിച്ചും പാത്തും ഷിക്കാരിയുടെ കണ്ണിൽപ്പെടാതെ തീത്തറിനെയും പിടിച്ച് നടന്നുകൊണ്ടേയിരുന്നു. വ കുച്ച് ഹി ദൂർ ഗയാ കി പീछे से भारी सी आवाज़ आई, लड़के रुक जा नहीं तो मैं गोली मार दूंगा. അവൻ കുറച്ച് ദൂരം ആ തീത്തറിനെയും കൂടി നടന്നപ്പോഴത്തേനും ഒരു ഭയങ്കരമായിട്ട് ഭാരീസി ആവാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ട് കേട്ടു. ലഡ്കേ റുക് ജാ നഹി തോ മേ ഗോലി മാർ ദൂങ്ക. കുട്ടി അവിടെ നിൽക്കൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെടിവെക്കുമെന്നൊരു വലിയ സൗണ്ടിൽ ആരോ പറയുന്നത് കേട്ടു. ലേക്കിൻ വിഷൻ നഹീം രുക വ ചുപ് ചാപ്പ് ചൽത്താ രഹ. അത് കേട്ടപ്പോഴും നമ്മുടെ വിഷൻ നിന്നില്ല, അവൻ ഒളിച്ചും പാത്തും നടന്നുകൊണ്ടേയിരുന്നു. രുക്താ ഹേ യാ നഹി ഉസ് ആദ്മീനെ ദുബാര ചില്ലാക്കർ കഹാ. അപ്പോഴേക്കും ആ ആൾ പിന്നെയും ചോദിച്ചു, നീ നിൽക്കുന്നുണ്ടോ അല്ലയോ? രുക്താ ഹേ യാ നഹി.
तब तक विशन कंठीले तारों के पास आ गया था. उसका दिल तेजी से धड़कने लगा. അപ്പോഴേക്കും അവൻ ആ മുള്ളുവേലിയുടെ അടുത്തെത്തിയിരുന്നു. അവൻ്റെ ഹൃദയം പേടിച്ചിട്ട് സ്പീഡിൽ ഓടിയത് കാരണവും പേടി കാരണമൊക്കെ സ്പീഡിൽ തേസീസെ ധടക്കനെ ലഗ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. ആകെ ബഡ്ന മുഷ്കിൽ ലഗ് രഹാ ഥാ. അവന് മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ലേക്കിൻ ഫിർ ഭി വ രുകാ നഹീം ഔർ ന ഹി ഉസ്നെ കോയി ജവാബ് ദിയ. എന്നിട്ടും അവൻ എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ സ്പീഡിൽ നടന്നുകൊണ്ടിരുന്നു. അവർ ചോദിച്ചതിനൊന്നും മറുപടിയും അവൻ നൽകിയില്ല. തഭി विशन के भारी भरकम जूतों की आवाज़ सुनाई दी जो तेजी से उसके पास आती जा रही थी. അപ്പോഴാണ് വിഷന് ഭാരി ബർക്കം ജൂത്തോം കി ആവാസ് സുനായി തീ. അവനെ ആ വെയിറ്റുള്ള ഷൂവിൻ്റെ, അവരാ ചിക്കായി ഹണ്ടേഴ്സ് ധരിച്ച ആ ഷൂവിൻ്റെ ഭാരി ബർക്കം ജൂത്തോ എന്ന് പറഞ്ഞാൽ ഷൂസിൻ്റെ സൗണ്ട് കേൾക്കാമായിരുന്നു. ജോ തേസീസെ ഉസ്കെ പാസ് ആത്തി ജാ രഹി തീ. അവർ സ്പീഡിൽ അവൻ്റെ അടുത്തോട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. പീച്ചെ സെ ആ രഹാ ശിക്കാരി गुस्से में जोर जोर से चिल्ला रहा था, मैं तुझे देख लूँगा, तू मेरा शिकार चुरा कर नहीं ले जा सकता. അവൻ്റെ പിന്നാലെ ഓടി വന്ന് ദേഷ്യത്തോടെ പിന്നെയും പറയുന്നുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? നിന്നെ മേ തുझे देख लूँगा, നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. തൂ മേരാ ഷിക്കാർ ചുരാക്കർ നഹീം ലേ ജാ സക്ത. നീ ഞങ്ങളുടെ ഇരയെ മോഷ്ടിച്ചുകൊണ്ട്, ഷിക്കാർ എന്ന് പറഞ്ഞാൽ ഇര, ചുരാക്കർ മോഷ്ടിച്ചുകൊണ്ട് നിന്നെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല, നിനക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വിഷൻ കേലിയെ ആകെ നിക്കൽ ഭാഗ്നെ കാ രാസ്ത നഹീം ഥാ. വിഷനാണെങ്കിലോ മുന്നോട്ട് പോകാനുള്ള വഴികളൊന്നും ഇല്ലായിരുന്നു. അഗർ വ സടക് സെ ജാത്ത തോ ഷിക്കാരി കോ സാഫ് ദിക്കായി ദേ ജാത്ത. അവൻ ആ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ആ ഹണ്ടേഴ്സിന് നന്നായിട്ട് സാഫ് ദിക്കായി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് അവനെ കാണാൻ പറ്റും. ഇസ്ലിയെ ഉസ്നെ ഗേത്തോം കെ ചോട്ടെ രാസ്തേ സെ ജാന തൈ കിയ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? റോഡിൽ കൂടെ പോകാതെ ആ തോട്ടത്തിൻ്റെ ചെറിയ വഴികളിൽ കൂടെ പോകാൻ വേണ്ടി ട്രൈ ചെയ്തു. खेतों से आगे के रास्ते में कंडे थार झाड़ियाँ थी. ഖേത് ആ വയലിൽ കൂടി മുന്നോട്ട് പോകുന്ന വഴിയിൽ, രാസ്ത എന്ന് പറഞ്ഞാൽ വഴി, മുന്നോട്ട് പോകുന്ന വഴിയിൽ എന്തുണ്ടായിരുന്നു? കാണ്ടേധാർ ചാടിയാം തീ. കാണ്ടേധാർ എന്ന് പറഞ്ഞാൽ മുള്ളുള്ള കുറ്റിച്ചെടികളായിരുന്നു. വിഷൻ ഉസി രാസ്തേ പർ ഘുട്നോ കെ ബൽ ചൽനേ ലഗ. എന്നാലും വിഷൻ ആ വഴി കൂടെ തന്നെ പോകാൻ തുടങ്ങി. ബുദ്ധിമുട്ടിയാണെങ്കിൽ ആ വഴി തന്നെ സെലക്ട് ചെയ്തു. ബഹുത് സംഭൽ കർ ചൽനെ പർ ഭി ഉസ്കെ ഹാത്ത് പാവ് പർ കാंठों की बहुत सी खरोंच उभर गई आई. സംഭൽക്കർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവം, ഒരുപാട് ശ്രദ്ധാപൂർവമാണ്. അവൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് ആ മുള്ളു ചെടിയുള്ള കുറ്റിച്ചെടികൾക്കിടയിലൂടെ പോയത്. എങ്കിലും ഹാത്ത് പാവ്, അവൻ്റെ കൈകളിലും കാലുകളിലും ഒക്കെ കാണ്ഠവും മുറിഞ്ഞു. ബഹുത് സി ഖരോജെ ഉപർ ആയി. അവൻ്റെ കൈയും കാലൊക്കെ മുറിഞ്ഞ് ഒരുപാട് പരിക്കുകൾ അവന് സംഭവിച്ചു. ഖരോജോൻ സെ ഖൂൻ ബി നിക്കൽനെ ലഗ. ആ മുറിവുകളിൽ പരിക്കുകളിൽ കൂടെ ഖൂൻ, ബ്ലഡും കൂടെ വരാൻ തുടങ്ങി. ഉസ്കി കമ്മീസ് കി ഏക് ആസ്തീൻ ഭി ഫട്ട് ഗയി. അവൻ്റെ കമ്മീസ് ടീഷർട്ടിൻ്റെ ഒരു സ്ലീവ്, ആസ്തീൻ എന്ന് പറഞ്ഞാൽ സ്ലീവ്, കീറിപ്പോയി. വ ജാൻതാ था कि കമ്മീസ് ഫട്നെ पर उसे माम से डांट खानी पड़ेगी. അവൻ അറിയാമായിരുന്നു അവൻ്റെ കമ്മീസ് കീറിയത് കാരണം അവൻ്റെ അമ്മയിൽ നിന്നും അമ്മയിൽ നിന്നും വഴക്ക് കിട്ടും. ടാണ്ട് ഖാനി പടേഗി. ടാണ്ട് എന്ന് പറഞ്ഞാൽ ശകാരിക്കുക. അവൻ്റെ അമ്മയുടെ അടുത്ത് നിന്നും വഴക്ക് കിട്ടുന്ന അവൻ അറിയാമായിരുന്നു. പർ വിഷൻ കോ ഇസ് ബാത് കാ സന്തോഷ് താ കി വ അബ് തക് തീത്തർ കി ജാൻ ബച്ചാനെ മേം കാമയാബ് രഹാ. പക്ഷേ വിഷന് ഈ കാര്യം ഓർക്കുമ്പോൾ മാത്രം സന്തോഷം ഉണ്ടായിരുന്നു. ഏത് കാര്യം ഓർക്കുമ്പോൾ? അത്രയും സമയം അതുവരെ അവൻ ആ തീത്തറിനെ സംരക്ഷിക്കാൻ പറ്റിയില്ലേ, രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റി. കാമയാബ് എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ, അതുവരെ അവന് സക്സസ്ഫുൾ ആവാൻ പറ്റിയല്ലേ തീത്തറിനെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിൽ. छाड़ी से बाहर आकर वह सोचने लगा कि कैसे पहाड़ी के कोने से फिसल कर नीचे पहुंचा जाए. ഛാടി സെ ബാഹർ ആക്കർ, അവൻ ആ കുറ്റിച്ചെടികൾക്കിടയിലൂടെ പുറത്ത് വന്നിട്ട് ആലോചിച്ചു. കേസെ പഹാടി കെ കോനെ സെ ഫിസൽ കർ നീച്ചെ പഹുഞ്ചാ ജായേ. എങ്ങനെയാണ് ആ കുന്നിൻ്റെ സൈഡിൽ കൂടെ ഫിസൽക്കർ എന്ന് പറഞ്ഞാൽ തെന്നി താഴെ എത്താൻ പറ്റുന്നത്? ലേക്കിൻ ഉസ് കോനേമേ ഖാസ് ബഹുത് സ്യാദാ ഥി. ആ ഭാഗത്ത് ഖാസ്, പുല്ലുകൾ ഒരുപാട് അധികമായിരുന്നു. ആർ ഓസ് കെ കാരൻ ഫിസൽന ഭി. കൂടാതെ രാവിലത്തെ സമയമല്ലേ, ഓസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ആ പുല്ലുകളിലൊക്കെ മഞ്ഞുള്ളത് കാരണം നടക്കുമ്പം തെന്നിപ്പോകുന്നുണ്ടായിരുന്നു. ഫിസൽന എന്ന് പറഞ്ഞാൽ തെന്നിപ്പോവുക. വിഷൻ थककर वहीम एक किनारे बैठ गया. अभी वह बैठा ही था कि उसे पावों की आहट सुनाई दी. അവൻ
തക്കർ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് ആ ഇതിൻ്റെ ഒരു സൈഡിൽ ഇരുന്നു. ആ ഇരുന്ന സമയത്ത് അവൻ എന്ത് കേൾക്കാമായിരുന്നു? നടന്നു പോകുന്ന സൗണ്ടല്ലേ, ആ ഹണ്ടേഴ്സ് നടന്നു പോകുന്ന സൗണ്ട് അവന് കേൾക്കാമായിരുന്നു. ആഹറ്റ് സുൻത്തെ ഹി വ ഉട്ഖർ ദൗഡ് പട. ആ നടന്നു പോകുന്ന സൗണ്ട് കേട്ട ഉടനെ അവൻ എന്ത് ചെയ്തു? അവൻ എണീറ്റ് ഓടാൻ തുടങ്ങി. ദൗഡ്ത്തെ ദൗഡ്ത്തെ വ ആധി പഹാടി പാർ കർ ചുക്കാ ഥ. അവൻ ഓടി ഓടി ആധി പഹാടി, അതിൻ്റെ പകുതി മല, പകുതി ദൂരം കഴിഞ്ഞു. ഉസ്കെ കപ്പടെ പസീനെ സെ തർബത്തർ ഹോഗയെ. അവൻ്റെ ഉടുപ്പുകൾ എന്തായി? പസീന എന്ന് പറഞ്ഞാൽ വിയർപ്പ് കൊണ്ട് മുഴുവൻ നനഞ്ഞു. तरबतर हो गए। फिर भी वह रुका नहीं और किसी तरह कर्नल दत्ता के फार्म हाउस के पिछवाड़े पहुंच ही गया. അവൻ എന്നാലും അവൻ വേർത്ത് ക്ഷീണിച്ചാലും അവൻ നിൽക്കാതെ ഓടി കേണൽ ദത്തയുടെ ഫാം ഹൗസിൻ്റെ പുറകിലെത്തി അല്ലേ. പിച്ച്വാടെ പहुंची गई, അവൻ്റെ മുറ്റത്തിൻ്റെ പുറകിലെത്തി. പിച്ച്വാടെ ദർവാസ ഖുലാദ, ആ പുറകിലത്തെ ഡോറ് തുറന്നിരിക്കുകയായിരുന്നു. ഉസ്നെ താട് കെ പേട് കാ സഹാര ലിയ और फार्म हाउस के अंदर पहुंच गई. അവൻ എന്ത് ചെയ്തു? അവൻ അതിൻ്റെ അകത്ത് കയറി, പുറകിലത്തെ ഡോറിൽ കൂടെ ഫാം ഹൗസിൻ്റെ അകത്ത് കയറി. തീത്തർക്കോ വ ബഡി സാവധാനി കെ സാത്ത് അപ്നെ സീനെ സെ ലഗായെ ഹുയേ ഥേ. അവൻ തീത്തറിനെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് നന്നായിട്ട് സൂക്ഷിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഫാം ഹൗസ് മേം ഖാമോഷി ഥി. ഫാം ഹൗസിൽ എങ്ങനെയായിരുന്നു? സൈലൻ്റ് ആയിരുന്നു, നിശബ്ദമായിരുന്നു. ഖാമോഷി എന്ന് പറഞ്ഞാൽ സൈലൻറ്റ്. ബസ് രസോയി ഘർക്കെ പ്രഷർ കുക്കർ കി സീറ്റി കി ആവാസ് ആ രഹി ഥി. അവിടെ എന്തിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ? പ്രഷർ കുക്കറിൻ്റെ വിസിലിൻ്റെ സൗണ്ട് മാത്രം കിച്ചണിൽ നിന്ന് കേൾക്കാമായിരുന്നു. രസോയി ഘർ എന്ന് പറഞ്ഞാൽ കിച്ചൺ. മുർഗിയാം അഭി അപ്നെ ദഡ്ബേ മേം थी और गुलाब चंद सामने का बरामदा സാഫ് കർ രഹാ ഥാ. മുർഗിയാം എന്ന് പറഞ്ഞാൽ കോഴികളൊക്കെ അവരുടെ കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഗുലാബ് ചന്ദ് ആരാണ്? അവിടുത്തെ ജോലിക്കാരൻ അവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അച്ചാനക് കേണൽ സാഹബ് കാ അലോഷ്യൻ കുത്ത ജോർ സെ ഭൗങ്നെ ലഗാ. പെട്ടെന്ന് നമ്മുടെ കേണൽ സാഹിബിൻ്റെ അലോഷ്യൻ ഡോഗ് സ്പീഡിൽ കുരയ്ക്കാൻ തുടങ്ങി. ഭൗങ്നെ ലഗ എന്ന് പറഞ്ഞാൽ കുരച്ചു തുടങ്ങി. വ കിസി അജ്നബി കോ ദേക്കർ ഹി ഇസ് തരഹ് ഭൗങ്താ ഹെ. അവൻ എപ്പോഴാണ് ഇങ്ങനെ കുരയ്ക്കുന്നത്? ഏതെങ്കിലും സ്ട്രേഞ്ചർ, അറിയാത്ത പരിചയമില്ലാത്ത ആരെങ്കിലും കാണുമ്പോൾ മാത്രമാണ് ഈ അലോഷ്യൻ കുത്ത അവിടെ കുരച്ചുകൊണ്ടിരുന്നത്. വിഷൻ സമജ് ഗയാക്കി ഷിക്കാരി ഇതർ ഹി ആ രഹേ ഹെ. അപ്പോൾ നമ്മുടെ വിഷന് മനസ്സിലായി നമ്മുടെ ഹണ്ടേഴ്സ് ഈ സൈഡ് അവിടെ എത്തിയെന്ന് മനസ്സിലായി. ഉസ്നെ ഇധർ ഉധർ ദേക്കാ താക്കി വ തീത്തർ കോ കഹീം അച്ചി തരസെ ചിപ്പാ സക്കെ. അവൻ അപ്പുറവും ഇപ്പുറവും ഒക്കെ നോക്കി. എന്തിനാണ് നോക്കിയത്? തീത്തറിനെ നന്നായിട്ടൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു വയ്ക്കാനുള്ള സ്ഥലം നോക്കി. ഏക് ഓർ ഷേഡ് കെ നീച്ചെ ബഹുത് സാരാ കബാഡ് പടാ ഥാ. ഉസി മേം एक टूटी टोकरी विशन को दिखाई दे गई. അവൻ ആ ഷെഡിൻ്റെ അടുത്ത് എന്ത് കണ്ടു? ആ ഷെഡിൻ്റെ അകത്ത് ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ ഇട്ട് ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിൽ ടൂട്ടി ടോക്കരി എന്ന് പറഞ്ഞാൽ പൊട്ടി ഒരു പഴയ കൊട്ട അവൻ കണ്ടു. യേ ടീക്ക് ഹേ സോച്തേ ഹുയേ ഉസ്നെ തീത്തർ കോ ടോക്കരി മേ രഖ്കർ സ്വെറ്റർ സെ ഠക് ദിയാ. അവൻ എന്ത് ചെയ്തു? ഇത് ശരിയാണ്, ഈ കൊട്ടയ്ക്കകത്ത് നമ്മൾ തീത്തറിനെ ഒളിപ്പിക്കാമെന്ന് വിചാരിച്ച് തീത്തറിനെ ആ കൊട്ടയ്ക്കകത്ത് വെച്ച് സ്വെറ്റർ കൊണ്ട് കവർ ചെയ്യും. ടക് ദിയ എന്ന് പറഞ്ഞാൽ കവർ ചെയ്ത് വെച്ചു. ഖായൽ തീത്തർ ഖബറായ हुआ था इसलिए वह चुपचाप पड़ा रहा. ഈ ഖായൽ തീത്തർ, പരിക്കേറ്റ ആ തീത്തർ പേടിച്ചിരിക്കുകയാണല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് അനങ്ങാതെ ഇരുന്നു. തീത്തർ കോ ചുപ്പാനെ കെ ബാദ് വിഷൻ സോച്ചാ കി അബ് ബാഹർ ചൽക്കർ ദേഖ്നാ ചാഹിയെ. തീത്തറിനെ ഒളിപ്പിച്ചതിന് ശേഷം അവൻ വിചാരിച്ചു ഇനി പുറത്തേക്ക് പോയി നോക്കാം. പർ വ ശിക്കാരിയോ കെ സാമനെ ഭി നഹീം പഠന ചാത്താ ഥാ. പക്ഷെ അവന് ശിക്കാരിയെ പേടിയായിരുന്നല്ലേ, അവരുടെ മുന്നിൽ പോകാനുള്ള ധൈര്യമൊന്നും അവനില്ലായിരുന്നു. ഇസ്ലിയെ ഉസ്നെ ഛത് പർ ചടക്ക് ബൈഠന ടീക്ക് സമച്ച. അതുകൊണ്ട് അവൻ എന്ത് തീരുമാനിച്ചു? ഛത്ത് എന്ന് പറഞ്ഞാൽ റൂഫിൻ്റെ മേലെ കയറി ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു. ബിനാ സീഠി കെ ഛത് പർ ചട്ന ഉസ്കെ ലിയെ ബഹുത് ആസാൻ കാം ഥാ. സീഠി എന്ന് പറഞ്ഞാൽ ഏണി ഇല്ലാതെ തന്നെ ആ റൂഫിൻ്റെ മേലെ കയറാൻ അവന് അറിയാമായിരുന്നു, ഒരുപാട് എളുപ്പമായിരുന്നു. വ അക്സർ ഇസ് ഷെഡ് കെ ടൽവാം ഛത് കെ സഹാരെ ഊപ്പർ ചढ़ जाता था. അക്സർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ ഷെഡിൻ്റെ ഠൽവാം ഛത് കെ സഹാരെ എന്ന് പറഞ്ഞാൽ ആ ചരിഞ്ഞ സ്ഥലത്തൂടെ അവൻ അതിൻ്റെ മുകളിൽ പലപ്പോഴുമായിട്ടും കയറാറുണ്ടായിരുന്നു. വിഷൻ ലക്കടി കെ ഖംബെ പർ ബന്ദർ की तरह छलांग लगाकर लटक गया और ऊपर की ओर खिसकते छत पर आ पहुंचा. അവൻ എന്ത് ചെയ്തു? അവൻ അതിൻ്റെ മുകളിൽ ആ മരത്തിൻ്റെ ഇതിൽ കൂടെ പിടിച്ച് അവൻ ബന്ദർ കീ തറ കുരങ്ങനെ പോലെ ഛലാങ് ലഗാക്കർ ചാടി തൂങ്ങി അതിലൂടെയൊക്കെ നടന്ന് തെന്നി അവൻ അവിടെ എത്തി.
റൂഫിൻ്റെ മുകളിലെത്തി. കുരങ്ങനെ പോലെ ചാടിയും നീങ്ങിയും തെന്നി നീങ്ങിയൊക്കെ അവൻ കിസക്തി എന്ന് പറഞ്ഞാൽ നീങ്ങി നീങ്ങി അവൻ അവിടെ എത്തിച്ചേർന്നു. ഖബറൈൽ കി ഠൽവാദാർ ഛത്തി ठलावदार छत्ती, इसलिए वह चिमनी के पीछे छिपकर बैठ गया ताकि वह किसी और को दिखाई न दे. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അത് ഇങ്ങനെ ഒരു ചരിഞ്ഞ റൂഫായിരുന്നു. അതുകൊണ്ട് അവൻ അവിടെ ഒരു ചിമ്മിണി ഉണ്ടായിരുന്നു. ഠലാബ്ദാർ എന്ന് പറഞ്ഞാൽ ചരിവുള്ള റൂഫായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു ചിമ്മിണി ഉണ്ടായിരുന്നു. ആ ചിമ്മിണിയുടെ പുറകിൽ ഒളിച്ചിരുന്നു. അത് കാരണം അവനെ ആരും കാണില്ലല്ലോ. ലേക്കിൻ വ സമയ് സബ് കുച്ച് ദേഖ് സക്കെ, സ്വയം സബ് കുച്ച് ദേഖ് സക്കെ. പക്ഷെ അവന് എല്ലാം കാണാമായിരുന്നു. അതിൻ്റെ പുറകിലിരിക്കുമ്പോൾ അവനെ ആരും കാണില്ല, പക്ഷെ അവന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാം. ഉസ്നെ ദേഖാ കി ദോ शिकारी इधर ही चले आ रहे हैं और उनको देखकर कर्नल साहब का आलोचन कुत्ता जोर जोर से भौंक रहा है. അവന് കാണാമായിരുന്നു രണ്ട് ശിക്കാരി 2 പേര് അങ്ങോട്ട് വരുന്നതും അതിനെ കണ്ടിട്ട് കേണൽ സാഹിബിൻ്റെ ഡോഗ് ഭയങ്കര സൗണ്ടിൽ കുരച്ചുകൊണ്ടിരിക്കുന്നതും അവന് കാണാമായിരുന്നു. കേണലിനെ കുത്തേക്കോ ടാഠ ചുപ് രഹോ पर वह न माना. पिछले दोनों पावों पर खड़े हो वह उछल कर भौंकने लगा. കേണൽ സാഹിബ് പട്ടിയോട് പറഞ്ഞു, ചുപ് രഹോ, മിണ്ടാതിരിക്കൂ, നീ എന്തിനാ ഇങ്ങനെ കുറയ്ക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ എന്ത് ചെയ്തു? പിച്ചല്ലേ ദോനോ പാവം പർ ഘടേ. പട്ടികൾക്ക് ദേഷ്യം വരുമ്പോൾ അവർ 2 കാലിൽ എണീറ്റ് നിൽക്കുന്ന നാട്ടില്ല, അതുപോലെ എണീറ്റ് നിന്നും ഉച്ചൽ കർ ചാടിയും കുറച്ചുകൊണ്ടേയിരുന്നു. വ ദോനോം ശിക്കാരി കരീബ് ആ ഗയേ തോ കേണലിനെ റൗബദാർ ആവാസ് മേ പൂച്ച. ആ 2 ശിക്കാരിയും അടുത്ത് കരീബ് ആകെയെന്ന് പറഞ്ഞാൽ അടുത്ത് സമീപത്തെത്തിയപ്പം നമ്മുടെ കേണൽ സാഹിബ് ചോദിച്ചു, ഒച്ചത്തിൽ ചോദിച്ചു, കോൻ ഹോ തും, നിങ്ങൾ ആരാണ്? യഹാം കിസ് ലിയെ ആയേ ഹോ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് കേണൽ സാഹിബ് ചോദിച്ചു. നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഒച്ചത്തിൽ ചോദിച്ചു. സാഹിബ് ഹം ശിക്കാരി ഹേ, ഹർ സാൽ യഹാം ശിക്കാർ കെ ലിയെ ആത്തെ ഹേ. അവർ പറഞ്ഞു, സാഹിബ് ഞങ്ങൾ ഹണ്ടേഴ്സാണ്, ഞങ്ങൾ വേട്ടക്കാരാണ്, എല്ലാ വർഷവും ഹർ സാൽ എല്ലാ വർഷവും ഇവിടെ വേട്ടയ്ക്കായി വരാറുണ്ട്. അച്ഛാ തോ തുമീ ലോഗോ കി ഗോലിയോ കി ആവാസേ ഗൂഞ്ച് രഹി തീ സുബഹ് സേ. അങ്ങനെയാണല്ലേ, നിങ്ങളുടെ വെടിയുണ്ടകളുടെ സൗണ്ടാണല്ലേ രാവിലെ എക്കോ ആയിട്ട്, നിങ്ങളുടെ വെടിയുണ്ടകളുടെ എക്കോ ആണ് രാവിലെ ഇവിടെ മുഴുവൻ കേട്ടോണ്ടിരുന്നതല്ലേന്ന് കേണൽ സാഹിബ് ചോദിച്ചു. ജി ഹാ ഹമാരെ പാസ് ലൈസൻസ് വാലി ബന്ദൂക്കെ ഹേ. അതെ, ഞങ്ങളുടെ വെടിയുണ്ടകളുടെ സൗണ്ട് തന്നെയാണ് കേട്ടത്. ഞങ്ങളുടെ അടുത്ത് ലൈസൻസ് ഉള്ള ബന്ദൂക്കെ എന്ന് പറഞ്ഞാൽ തോക്കാണുള്ളത്. സർപഞ്ച് മാധോ സിംഗ് പി ഹമേ ജാൻതാ ഹേ. മാധോ സിംഗിനും ഞങ്ങളെ അറിയാമെന്ന് പറഞ്ഞു. തും ഹർ സാൽ തീത്തരോं का शिकार करते हो, കേണൽ ने मजाक सा उड़ाते हुए कहा. എന്നിട്ട് കേണൽ സാഹിബ് ചോദിച്ചു, നിങ്ങളപ്പോൾ എല്ലാ വർഷവും തീത്തലിനെ ഹണ്ട് ചെയ്യാറുണ്ടോ, വേട്ടയാടാറുണ്ടോ? ജി ഹാ